ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ലോക സ്നേഹത്തിലേക്ക് നമ്മൾ പലപ്പോഴും തിരിഞ്ഞു പോകും. നമ്മൾ അറിയില്ല. അങ്ങനെ ലോക സ്നേഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ ലേഖനഭാഗങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്നാണ്. അപ്പോൾ ലോക സ്നേഹത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദൈവം നമ്മുടെ ആരായി മാറുകയാണ്? ശത്രുവായി മാറുകയാണ്. ഇത് ദൈവജനം അറിയാതിരിക്കുന്നത് ദൈവിക ബലത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയും. അതുകൊണ്ട് അറിയേണ്ട വിധത്തിൽ അറിയേണ്ടതുപോലെ നാം ദൈവവചനത്തെ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി ദൈവകൃപയിൽ നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിൽക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ദൈവ സ്നേഹത്തിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ള കൃപ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ സ്നേഹത്തിന്റെ അവസാനമായ ദൈവരാജ്യ അവസ്ഥയിൽ നിന്ന് നാം ഒരുപാട് അകലെയായി പോകുമെന്നുള്ള കാര്യം ഈ നാളുകളിൽ നമ്മൾ സത്യസന്ധമായി അടിവരയിട്ട് ഗ്രഹിച്ച് തിരിച്ച് രുചിച്ച് അനുഭവിച്ച് അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനുള്ള അവസരമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അത് ഇവിടെ നടക്കുന്ന ഈ കൂട്ടായ്മ മുഖാന്തരം മാത്രമല്ല, നാം കടന്നു പോകുന്ന സഭായോഗങ്ങളിലൊക്കെ ദൈവം തരുന്ന അവസരം അതാണ്. അതുകൊണ്ട് നമ്മളെ കൂട്ടായ്മകളിൽ, സഭാരാധനകളിൽ അവസരം നമ്മളെ പ്രയോജനപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ആയുസ്സേ ഉള്ളൂ നമുക്ക്. ഇതിനു വേണ്ടിയാണ് ദൈവഹിതം ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഈ ഒരു ആയുസ്സേ നമുക്കുള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ പറയും, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, ഉദ്യോഗം വാങ്ങേണ്ട സമയത്ത് ഉദ്യോഗം സ്വീകരിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ, പഠിക്കേണ്ട സമയത്ത് കളിച്ചാൽ പിന്നത്തേതിൽ സങ്കടപ്പെടേണ്ടി വരും, ഇല്ലെങ്കിൽ കരയേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്ന് പറയും പോലെ ഈ ആയുസ്സിൽ നമുക്ക് ദൈവവചനം പഠിച്ചും ഗ്രഹിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും അനുഭവിച്ചും ജീവിതത്തെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ട സമയമാണ് നമ്മുടെ സമയം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നത്തേതിൽ കരയേണ്ടി വരും. പിന്നത്തേതിൽ അവിടെ കരച്ചലും അവിടെ പല്ലുകടിയും ഉണ്ടാകും. അവിടെ നാം എത്തിച്ചേരാതിരിക്കാൻ ഈ ആയുസ്സിൽ ദൈവവചനത്തിൽ കൂടി അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതിന് യോഗ്യമാകും വണ്ണമാണ് കഴിഞ്ഞ ദിവസത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യം മുതൽ വായിച്ച് ചില വചനങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് ചിന്തിച്ചുകൊണ്ട് 15-ാം സങ്കീർത്തനം 1 മുതൽ അതിൻ്റെ 5-ാം വാക്യം വരെ കടന്നു വന്ന് നാം പ്രാർത്ഥിച്ച് പരദേശികളായി പറക്കുന്ന വീടുകളിലേക്ക് പോകുവാനിടയായി. അവിടെ നിന്ന് വിശ്രമത്തോടുള്ള ബന്ധത്തിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവരവരുടെ ഉത്തരവാദിത്തത്തോട് ബന്ധത്തിൽ ഓരോ സമയങ്ങൾ കഴിഞ്ഞുപോയി ശേഷം ഈ സമയം വീണ്ടും ഒരുമിച്ച് കൂടി വരുവാൻ ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കുക എന്നതിന് അർത്ഥമായി അല്ലെങ്കിൽ അടയാളമായി ദൈവവചനത്തെ നമ്മൾ അധികമായി ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, ദൈവസന്നിധിയിൽ വിനയപ്പെടുക. ഹല്ലേലൂയ. അതിന് യോഗ്യമായ ദൈവവചനങ്ങളെ വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. 15-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം ചേർത്ത് വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ. കുറ്റമില്ലാത്തവർക്ക് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവർ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അങ്ങനെ ചെയ്യാത്തവരെന്ത് ചെയ്യും? കുലുങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും നിശ്ചയവും പ്രാപിച്ച് ദൈവസ്നേഹത്തിൽ ഏകീഭവിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ള എല്ലാവർക്കും എഴുന്നേൽക്കാം. കേൾക്കപ്പെട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാം എങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം, ആയിരിക്കേണ്ട വിധത്തിൽ എങ്ങനെയാകും, ആകുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം,
ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചോദിക്കുവാൻ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ. അത്യുന്നതന്റെ ആലോചനയാണ് ഏറ്റവും സത്യം, ഏറ്റവും വലുത്. അത്യുന്നതന്റെ ആലോചന വെളിപ്പെട്ട് വരുന്നത് അത്യുന്നതന്റെ സ്നേഹത്തിൽ കൂടിയാണ്. ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, നാം അങ്ങനെ സ്നേഹിക്കുന്നവരായി മാറ്റപ്പെടുവാൻ, ലോക സ്നേഹത്തിന്റെ അനുഭവത്തിലല്ല, അതിനുപരിയായി നിത്യസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ചിന്തകളും സംസാരങ്ങളും ഇടപെടലുകളും വേർതിരിക്കപ്പെടുവാനായി നമുക്കെല്ലാവർക്കും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ലോകപ്രകാരം പലവിധമായ സ്നേഹം നമുക്കുണ്ടായേക്കാം, എന്നാൽ അതെല്ലാം അല്പകാലത്തേക്ക് മാത്രമാണ്. എന്നാൽ നിത്യമായ സ്നേഹത്തിന് പങ്കുള്ളവരായി ശേഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ സ്നേഹത്തിന് പങ്കുള്ളവരായി തീർപ്പാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും വഴികളെ തുറക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, അടിയൻ കുലുങ്ങിപ്പോകാതിരിപ്പാൻ, എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ക്രിസ്തുവിൽ ഉറപ്പും നിശ്ചയമുള്ളവരായിരിക്കാൻ കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് അങ്ങനെ പഠിപ്പിക്കണമേ. ഭക്തന്മാർ ചോദിച്ചതുപോലെ കർത്താവേ, എന്നോട് സംസാരിക്കണമേ. ഞാൻ മിണ്ടാതിരിക്കാം, ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തി തരണമേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അവൻ ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന പിതാവാ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടും അടയാളങ്ങളോടും വിവിധ വീര്യപ്രവൃത്തികളോടും കൂടെ വചനത്തിൽ വേരൂന്നി സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവണ്ണക്കവണ്ണം ദൈവഭക്തന്മാർ ആമെ മനസ്സ് വെച്ചുവെങ്കിൽ ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിലും വലിയൊരു മാറ്റമുണ്ടാകുവാൻ, വലിയൊരു ആമെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ, അത് മുഖാന്തരം സാത്താന്റെ പ്രവൃത്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുവണ്ണക്കതായ ദൈവകൃപയ്ക്കായി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാരീരികമായ അസ്വസ്ഥതകൾ, മാനസികമായ അസ്വസ്ഥതകൾ, കുടുംബപരമായ അസ്വസ്ഥതകൾ, കൂട്ടായ്മപരമായ അസ്വസ്ഥതകൾ, ദേശത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന അസ്വസ്ഥതകൾ, സകല അസ്വസ്ഥതകളിൽ നിന്നും നാം വിടുവിക്കപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസ്തരായി ശിക്ഷിക്കപ്പെടുവാനായി മോശ എന്ന പ്രവാചകൻ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തരായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവവിഷയമായ വിശ്വസ്തതയിലേക്ക് എത്തിച്ചേരുവാനായ ആത്മനിയോഗത്തിനായി നമുക്കെല്ലാവർക്കും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസ്തതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമായിരിക്കുകയാൽ വിശുദ്ധി യോഗ്യമാകുമെണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധി തികയ്ക്കുവാനായ ദൈവകൃപയ്ക്കായി നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധി തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങി നാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങി നാം. വിശുദ്ധി തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവതിൻ താമസമേറെയില്ല. വിശുദ്ധി തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവതിൻ താമസമേറെയില്ല. എല്ലാവരെയും സമർപ്പണം ചെയ്തു വിശുദ്ധിയെ തികയ്ക്കുവാൻ തക്കതായ ദൈവകൃപയ്ക്കായി നമുക്കെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ അൻപുള്ള സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ നാമനിമിത്തങ്ങൾ വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയെ തികയ്ക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് വായിച്ചു കേൾക്കപ്പെട്ട സങ്കീർത്തന വചനങ്ങളിൽ കൂടെ അങ്ങ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കുന്ന സംസാരങ്ങൾക്കൊത്തവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി
വിശുദ്ധി തികയ്ക്കുന്നതായി കൃപയ്ക്കായി സമർപ്പണം ചെയ്തുകൊണ്ട് ബലമുള്ള കൈകീഴിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ശേഷം സമയത്തിൽ വെളിപ്പെടേണ്ട വചനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുന്നു. വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ അവൻ സംസാരിക്കേണ്ട പോലെ സംസാരിക്കുവാനൊക്കതായ അഭിഷേകത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുവാൻ അത് കേൾക്കുവാനൊക്കവണ്ണം കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ട നിങ്ങളുടെ ജനത്തിന്റെ ജീവിതത്തില് ദൈവത്തിന് വലിയ സാന്നിധ്യം വെളിപ്പെടുവാനൊക്കവണ്ണം പാപത്തിന്റെ സാന്നിധ്യം അകന്ന് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാന്നിധ്യം അങ്ങനെ നാമനിമിത്തം അങ്ങനെ ജനത്തിന് മേൽ അടുത്തു വരുവാനൊക്കതായ ദൈവകൃപയ്ക്കായി സമർപ്പണം ചെയ്യുന്നു. ശേഷ സമയത്തിന് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യത്താൽ നാമെല്ലാവരും വിളിക്കപ്പെട്ടവരാകിയാൽ ആ വിശുദ്ധി തികച്ച് ഉണരുവാൻ തക്കവണ്ണം ജാഗ്രതയോടെ ദൈവവചനത്തിൽ ധ്യാനത്തിലായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സംഗീതത്തിന്റെ ഭാഗം 15 സങ്കീർത്തനം 5 വാക്യം ചേർത്ത് വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും ആമേൻ. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം തന്റെ ഭക്തന്മാരോട് സംസാരിക്കുന്നത് ഒരിക്കൽ ഊ എന്നും പിന്നെ ഇല്ല എന്നുമല്ല. ഒരിക്കൽ ഊ എന്ന് പറഞ്ഞാൽ ഊ തന്നെയാണ്, ഒരിക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ഭാഗം നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അതിലൊരു മാറ്റമില്ല. മാറ്റമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു മാറ്റമില്ല. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയെ ആ വാക്യം വായിക്കുമ്പോൾ, ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെ വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വായിക്കുന്ന കുറെക്കൂടെ നല്ലതാണ്. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുവാൻ അത് വളരെ കാരണമായി മാറും. അപ്പോൾ കേൾക്കാം, വെളിപ്പാട് ദിവസത്തിൽ ഇങ്ങനെ പറയുന്നു, തിരുവെഴുത്തിലെ പ്രവചനത്തിലെ ഒരു വാക്കെങ്കിലും ഒരു വള്ളിയെങ്കിലും മാറ്റുകയോ മാറ്റി വായിക്കുകയോ മാറ്റി ചിന്തിക്കുകയോ ചെയ്യരുതെന്നാണ് വിലക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ എങ്ങനെ മാറ്റി വായിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. വിലക്ക് കറക്റ്റാ. വിലക്കിന് ഒരു മാറ്റവുമില്ല. പക്ഷെ ബൈബിൾ എഴുതപ്പെട്ട ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കൊന്നും നമ്മൾ എല്ലാം മാറിയില്ലേ? അവിടുന്ന് മറ്റൊരു ഭാഷയിലേക്കൊന്നും എല്ലാം മാറിയില്ലേ? അവിടുന്ന് ഇംഗ്ലീഷിൽ പിന്നെ മലയാളത്തിലേക്കൊന്നും എല്ലാം മാറിയില്ലേ? നമ്മൾ അറിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എഴുതപ്പെട്ട ഭാഷയിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ബഹുമാനമാണോ മലയാള ഭാഷ ദൈവത്തിന് കൊടുത്തിരിക്കുന്നത്? മാറിയില്ലേ? മാറിക്കിടക്കുന്ന വാക്കുകളെ നമ്മൾ ദൈവഭക്തിക്കൊത്തവണ്ണം തിരിച്ചു കൊണ്ടുവരണം. ബൈബിള് തിരുത്തി കൊണ്ടുവരണം എന്നല്ല പറയുന്നത്, നമ്മുടെ മനസ്സ് തിരുത്തി വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സ് തിരുത്തി വരുവാൻ തക്കവണ്ണം മാനസാന്തരം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇത് ഒരിക്കൽ ഊവെന്നും ഒരിക്കൽ ഇല്ല എന്നും വരില്ല. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അനന്യാസും സഫര എന്ന് പറയുന്ന രണ്ടുപേരെ, ഒരു കുടുംബത്തിൽ 2 പേരെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിന് മറച്ച് പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടിയിൽ വ്യാജം സംസാരിച്ചതിന് പുറകിൽ എന്ത് സംഭവിച്ചു? നാശയോഗ്യരായോ അനുഗ്രഹയോഗ്യരായോ? പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം കടന്നു വരുമ്പോൾ ഒരു ധനവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ആമേൻ സ്തോത്രം മാനസാന്തരപ്പെടാത്ത കാരണത്താൽ അദ്ദേഹം എവിടെ അഭയം തേടേണ്ടി വന്നു? പരദീസയിൽ അഭയം തേടേണ്ടി വന്നോ അതോ പാതാളത്തിൽ അഭയം തേടേണ്ടി വന്നോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവവചനം വായിക്കുമ്പോൾ
കേവലം നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി, സാമ്പത്തികമായ വിടുതലിന് വേണ്ടി, ശാരീരികമായ മറ്റ് അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി മാത്രം വിശ്വസിച്ച് ബൈബിൾ വായിക്കരുത്. അതിനപ്പുറമായി ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ബൈബിൾ വായിക്കാൻ നമ്മൾ മനസ്സ് പുതുക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ശക്തമായി വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ദൈവസ്നേഹം മറയ്ക്കപ്പെടും. ദൈവസ്നേഹം എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ദൈവസ്നേഹം എന്ന് അറിയാതിരിക്കെ നമ്മൾ ദൈവസ്നേഹം എന്ന് വിചാരിച്ച് ലോകസ്നേഹത്തിന് അടിമയാണ്. ദൈവസ്നേഹമെന്ന് വിചാരിച്ച് ലോകസ്നേഹത്തിന് അടിമയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം എന്ന് പറയുന്നത് താൽക്കാലിക സ്നേഹമല്ല, നിത്യസ്നേഹമാണ്. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം 31-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കാൻ കഴിയുന്നത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒന്നിലെ ഏറ്റു പറയണം, നിത്യസ്നേഹം കൊണ്ട് യഹോവയായ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവം പറഞ്ഞതായിട്ട് യിരെമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുക. എന്താ? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യിരെമ്യാ പ്രവാചകനെയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകനെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ കാരണമായി മാറിയത്? യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരമായി കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ. ആര്? യിരെമ്യാ പ്രവാചകൻ മടങ്ങി വന്നാൽ എന്നതുപോലെ നാമും മടങ്ങി വന്നാൽ, എവിടുന്ന് മടങ്ങി വന്നാൽ? ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിത്യസ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, ഈ ലോകമാകുന്ന പാഴ്ഭൂമിയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്ന മനുഷ്യരെ പോലെ ആകരുത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറണം. പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ മനസ്സ് പുതുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ താലടിയാകുന്ന ഒരു ജീവിതമായി മാറരുത്. ക്രിസ്തീയ ജീവിതം അന്തസ്സുള്ള ജീവിതമായി മാറണം. ആരൊക്കൊപ്പം നിന്നാലും ആരൊക്കൊപ്പം നിന്നില്ലെങ്കിലും, യേശുക്രിസ്തു പറഞ്ഞ പോലെ വീട്ടുകാർ തന്നെ ശത്രുവായാലും ആമ ക്രിസ്തീയ ജീവിതം സുരക്ഷിതമായിരിക്കണം. ഹല്ലേലൂയ. സമൂഹം പഴിച്ചാലും ദുഷിച്ചാലും നിന്ദിച്ചാലും ക്രിസ്തീയ ജീവിതം അങ്ങനെ ഇരിക്കണം, സുരക്ഷിതമായിരിക്കണം, ഏകസത്യമായിരിക്കണം. അത് എന്ന് പറഞ്ഞാൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും പോലെ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം. നാട് ഓടിക്കോട്ടെ, പക്ഷെ നാം ഓടേണ്ടത് പിൻപിലുള്ളത് മറന്ന് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടണം. അതിനുവേണ്ടി ക്രിസ്തുവിന്റെ ഉപദേശത്തെ നോക്കണം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. ഒരുവൻ ഓടിയാലും ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ബിരുദം പ്രാപിക്കില്ല. അപ്പൊ സ്നേഹം എന്ത് ചെയ്യും? സ്നേഹമില്ലായ്മയായി മാറും. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയായി മാറരുത്. ഇല്ലായ്മയെ മാറാതിരിക്കണമെങ്കിൽ യിരെമ്യാ പ്രവചനം 15-19 വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരു മടങ്ങി വരവിന്റെ ജീവിതമായി മാറണം. നമ്മുടെ ചിന്ത ഒരു മടങ്ങി വരവിന്റെ ചിന്തയായി മാറണം. എവിടെന്ന്? ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ദുഷ്ടതയില്ലാത്ത ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവായിരിക്കണം നമ്മുടെ ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകൻ വിളിക്കുക, നീ മടങ്ങി വന്നാൽ. അപ്പോൾ എന്ത് ചെയ്തു യിരെമ്യാ പ്രവാചകൻ? ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ലോകത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അകന്നുപോയ അനുഭവമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വിളിക്കുന്നത്, നീ മടങ്ങി വന്നാൽ, നീ അതുമായി ഉപേക്ഷിച്ചാൽ, ഉത്തമമായി പ്രസ്താവിച്ചാൽ, സ്തോത്രം, എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യും? നിന്നെ കൈക്കൊള്ളും. അതാണ് ദൈവസ്നേഹം. പക്ഷെ മടങ്ങി വരാൻ മനസ്സില്ലെങ്കിലോ, മടങ്ങി വരേണ്ട അറിവില്ലെങ്കിലോ, മടങ്ങി വരേണ്ട പ്രാർത്ഥനയ്ക്ക് നമുക്ക് സ്വബോധമില്ലെങ്കിലോ, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എന്ന് പറയുന്നത് ഒരു ബോധവൽക്കരണമാണ്. സ്തോത്രം. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ബോധവൽക്കരണം തരുന്ന ഒരു കൂട്ടായ്മ ആയിരിക്കണം. തിരിച്ചറിവ് പകരുന്ന കൂട്ടായ്മ ആയിരിക്കണം. അതിൽ കയ്യടി ഉണ്ടായിരിക്കണം, സ്തോത്രം ഉണ്ടായിരിക്കണം, ഹല്ലേലൂയ ഉണ്ടായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്ന അന്യഭാഷയുടെ അഭിഷേകം ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു കൂട്ടായ്മയായി നമ്മൾ കൂടി വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ചേർത്ത് വായിക്കാം.
അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും ഞാൻ നിന്നെ കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച്. നമ്മൾ വ്യക്തിപരമായിട്ട് വായിച്ചാൽ എങ്ങനെ വായിക്കണം? ഞാൻ മടങ്ങി വന്നാൽ, ഞാൻ ദൈവത്തിൽ മടങ്ങിപ്പോയാൽ, ദൈവം എന്നെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളങ്ങനെ ദൈവത്തിന് നിൽക്കുകയല്ലേ, നാം ദൈവത്തോട് കൂടെയല്ലേ, ദൈവ ഇമ്മാനുവേൽ നമ്മോട് കൂടെയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അപ്പോൾ തന്നെ ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ചിന്തകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ചിന്തകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ദൈവവചനം അങ്ങ് അക്കരെയും നമ്മൾ ഇന്ന് ഇക്കരെയുമാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി തെളിയുന്നുവെങ്കിൽ നാം മടങ്ങി വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എവിടേക്ക്? ദൈവവചനത്തിലേക്ക്, ദൈവവചന ധ്യാനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. 1-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ അങ്ങനെ ധ്യാനിക്കാത്ത മനുഷ്യൻ ഭാഗ്യവാനല്ല എങ്കിൽ, ആ ഭാഗ്യവാനല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എത്രയോ അകന്നു നിൽക്കുകയാണ്, ദൈവത്തിൽ നിന്ന് എത്രയോ അകലം പാലിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നുണ്ടോ, അതോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ടോ? അടുത്ത് നിൽക്കുന്നുവെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ധ്യാനമായി മാറും. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറും? ഒരു ധ്യാനമായി മാറും. വീട്ടിനകത്ത്, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വചനം ഓരോ വ്യക്തിയിലും ധ്യാനമായി മാറിയാൽ ആ വ്യക്തിയുടെ ഉള്ളില് ഈ ലോകത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അസൂയ, പിണക്കം, ജാരശങ്ക, ക്രോധം, മദ്യപാന ചിന്ത, ഉപജീവന ചിന്ത, മറ്റു ലോകപരമായ എന്തെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിന് കർത്തൃത്വം ചെയ്യുമോ? ദൈവത്തിന്റെ വചനം ഹൃദയം നിറഞ്ഞ് അത് ധ്യാനമായി, അത് ഹൃദയം നിറഞ്ഞ് അത് കവിയുവാനിടയായിത്തീരും. ക്രൈസ്തലോ, അതിനുവേണ്ടി യിരെമ്യാ പ്രവാചകനെ വിളിക്കുന്നത് നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാനാകുന്നു എന്ന് അരുളിച്ചെയ്ത യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് അടുത്ത നീ ചെയ്യാനുള്ളത്? നീ അധമമായത് ഒഴിക്കണം, നീ അധമമായത് ഒഴിക്കണം, അധമമായത് മാറ്റിക്കളയണം. പിന്നെ എന്താ ചെയ്യാനുള്ളത്? ഉത്തമമായത് പ്രസ്താവിക്കണം. ഉത്തമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമമായെന്ന് പറയുമ്പോൾ 119-ാം സങ്കീർത്തനം 71-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ പ്രകാരം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. വായിക്കാം. സ്തോത്രം. 71-72 ചേർത്ത് വായിക്കാം. അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ദൈവഭക്തൻ പറയുന്നത്, ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിത്യസ്നേഹത്തിൽ നിൽക്കുന്ന ദൈവഭക്തൻ പറയുന്നത് എന്താണ്? ഞാൻ കഷ്ടതയിലായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് പറയും? നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? കഷ്ടത വന്നത് എനിക്ക് ഗുണമായെന്ന്, ഞെരുക്കം വന്നത് എനിക്ക് ഗുണമായെന്ന്, പഴി വന്ന് ദുഷി വന്നത് എനിക്ക് ഗുണമായെന്ന് നമ്മൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ദൈവസ്നേഹം വ്യാപരിക്കുന്നുണ്ടോ? നമ്മൾ പറയേണ്ടത് പറയും. ദൈവഭക്തൻ പറയാണ്, സ്തോത്രം, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് എന്തായി മാറി? ഈ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടണം. അന്യഭാഷയുടെ അഭിഷേകം മാത്രം പോരാ, ദൈവവചനം, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കേണ്ടതായ അഭിഷേകം
ഈ നാളുകളിൽ നമ്മുടെ മേൽ ഇളം പുല്ലിന്മേൽ പൊടിമഴ പെയ്യുന്നത് പോലെ ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുവണ്ടക്കുമെന്ന് ഈ നാളുകളിൽ കാരണമായി മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ എനിക്ക് ആവശ്യമായ വചനങ്ങൾ വെളിപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് യാചനയോടും ഹൃദയവാഞ്ചയോടും കൂടി ആയിരിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ. വരും നാളുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് പറയും സാക്ഷ്യം? വരും നാളുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് സാക്ഷ്യം പറയും? കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകള്, എന്റെ ജീവിതത്തിൽ വന്ന ഭാരങ്ങള്, എന്റെ ജീവിതത്തിൽ വന്ന ഞെരുക്കങ്ങള്, അങ്ങനെ ചട്ടങ്ങളെ പഠിക്കുവാൻ എനിക്ക് ഗുണമായി എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കുന്ന വചനത്തോട് നമ്മൾ പ്രതികരിക്കണം. കേൾക്കുന്ന വചനം നമ്മളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ രോഗം വന്നു, ആശുപത്രിയിൽ പോയി, അതിൻ്റെതായ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു, അകത്തോട്ട് കയറില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഗുണമുണ്ടോ? പിന്നെ മനുഷ്യന്റെ ജീവിതം എങ്ങോട്ടാണ് യാത്ര? മരണത്തിലേക്കാണോ ജീവനിലേക്കാണോ? ട്രിപ്പ് കൊടുത്തു, അത് അകത്തോട്ട് കയറുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്തു, അകത്തോട്ട് കയറുന്നില്ല. എല്ലാം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. എന്തായിരിക്കും അവസ്ഥ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നമ്മളെ കേട്ട് ഉൾക്കൊണ്ട് അതിനോട് പ്രതികരിക്കണം, അതിനെ സ്വീകരിക്കണം, ആ വചനത്തിന് നന്ദി പറയണം, വചനത്തോട് നമ്മൾ സംസാരിക്കണം, വചനത്തോട് നമ്മൾ ഇടപെടണം. വചനം വെളിപ്പെട്ട് വരുന്നത് ദൈവ സ്നേഹത്തിന്റെ അടയാളമായി നമ്മൾ ഈ നാളുകൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ആരും മൗനമായിരുന്ന് വചനം കേൾക്കരുത്, ആരും മൗനമായിരുന്ന് വചനം കേൾക്കരുത്. എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് അവൻ സന്തോഷത്തോടുകൂടെ പ്രതികരിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒന്നുകിൽ ഹല്ലേലൂയ പറഞ്ഞ്, അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത്, അല്ലെങ്കിൽ ആമേൻ പറഞ്ഞ് ഒപ്പം കരമടിച്ച് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാ. പ്രൈസ് ദി ലോർഡ്. കാരണം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, അത് ഓർമ്മപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമെന്ന് ഓർക്കണം. എന്തിനാ? നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുവാൻ, നമ്മുടെ മാനസാന്തരത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവഭക്തൻ പറയുന്നത്, അങ്ങനെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം പൊൻവള്ളി നാണയത്തേക്കാൾ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിച്ചപ്പോൾ അതൊക്കെ സാക്ഷ്യം പറയാണ്. 1000 പൊന്ന് വെള്ളി നാണയത്തേക്കാൾ അങ്ങയുടെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ദൈവത്തിന് ന്യായപ്രമാണം എനിക്കേറെ ഉത്തമമാണ്. ആര് പറയുന്നു? ദൈവഭക്തൻ പറയുന്നു. ദൈവഭക്തൻ ആരാണ്? ദൈവസ്നേഹത്തിൽ വസിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഉത്തമമെന്ന് പറയുവാൻ നമ്മൾ എത്ര പേര് തയ്യാറാകണം? ഈ നാളിൽ നമ്മുടെ മനസ്സ് പുതുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തന്മാരുടെ മനസ്സുപോലെ നമ്മുടെ മനസ്സ് വിനയപ്പെട്ടു വരണം. ദൈവഭക്തന്മാരുടെ മനസ്സുപോലെ നമ്മുടെ മനസ്സ് എളിമപ്പെട്ടു വരണം. ഈ ദൈവത്തിന് മനസ്സ് അലിയുന്നത് പോലെ നമ്മുടെ മനസ്സ് അലിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടായ്മകള്, കൂടിവരവുകള് നമ്മുടെ മനസ്സ് കല്ലാകാനല്ല, നമ്മുടെ മനസ്സ് കൊഴുപ്പ് പോലെ തടിച്ചിരിക്കാനല്ല, നമ്മുടെ മനസ്സ് അലിയാൻ കാരണമായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് വായിച്ചപ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? എന്താ ചിന്തിക്കാൻ സാധിച്ചത്? ദൈവ യിരെമ്യാ പ്രവാചകൻ പറയാണ്. എന്താ പറഞ്ഞത്? സ്തോത്രം. അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ. അപ്പൊ എന്താണ് ഉത്തമം? ദൈവത്തിന് ന്യായപ്രമാണമാണ് ഉത്തമം. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഉത്തമം? ദൈവത്തിന് ന്യായപ്രമാണമാണ് ഉത്തമം. അപ്പൊ ദൈവത്തിന് ന്യായപ്രമാണം പ്രസ്താവിക്കപ്പെടുമ്പോൾ ദൈവത്തിന് ന്യായപ്രമാണത്തിൽ ആമേൻ സ്തോത്രം ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ക്രിസ്തു വെളിപ്പെട്ട് വരും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശം വെളിപ്പെട്ട് വരും നമ്മുടെ ജീവിതത്തിൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായപ്രമാണം നമുക്ക് ഉത്തമമായി മാറിയില്ലെങ്കിൽ, അത് ധ്യാനമായി മാറിയില്ലെങ്കിൽ, യേശു ക്രിസ്തുവിൽ കൂടെ സുവിശേഷം നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും? ഒന്നും കഴിയത്തില്ല. പിന്നെ ഒരു കഷ്ടത വന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി, അതുകൊണ്ടൊരു കൺവെൻഷൻ വെച്ചു, കൺവെൻഷന് ക്രമീകരണം ചെയ്തു. അങ്ങനെ കൺവെൻഷന് പ്രസംഗിക്കാമെന്ന് കർത്തൃദാസൻ പ്രസംഗിച്ചു, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെട്ടു. അങ്ങനെ സ്നാനപ്പെട്ട് എത്രയോ പേർ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. പക്ഷെ അതുകൊണ്ടായോ? ആയില്ല. അതിന് മുഖാന്തരമാണെങ്കിൽ അതിനപ്പുറമായി ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദൈവമായിട്ട്, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് ദൈവം തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് ദൈവത്തിന്റെ വചനം കാലിന് ദൈവമായി പാതയ്ക്ക് പ്രകാശമായി തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറയാണ്, നീ അധമമായത് ഒഴിച്ച്. അധമം എന്ന് പറയുന്നത് എന്താണ്? അമ്മയോട് കോപിച്ചു, അധമം. അപ്പനോട് കോപിച്ചു, അധമം. പ്രായത്തിൽ കൂടിയ ആളിനെ പേര് പറഞ്ഞ് വിളിച്ചു, അധമം. ആ പ്രായത്തിൽ കൂടിയ ആളിനെ നീ അവൻ എന്നൊക്കെ പറഞ്ഞു, അധമം. അല്ലേ? ഇതൊക്കെ നമുക്കറിയാലോ. പ്രായത്തിന് കുറഞ്ഞ ആളിനെ പേര് പറഞ്ഞ് വിളിച്ചാലും അധമമല്ല. സ്തോത്രം. എങ്കിലും സാധാരണയായി പ്രായത്തിന് കുറഞ്ഞ ആൾക്കാരെയും ബഹുമാനിക്കുന്ന വളരെ നല്ലതാണ്. ഇന്ന് ബഹുമാനിക്കുന്ന അഭ്യാസം പലയിടങ്ങളിലുണ്ട്. ഹല്ലേലൂയ. അമ്മയെ അമ്മനെന്നും അമ്മയെന്നും അപ്പനെന്നും പറഞ്ഞാൽ അത് അധമമല്ല, അത് ഉത്തമം എന്ന് പറയുന്നത് പോലെയാണ്. ദൈവത്തിന്റെ വചനത്തെ വചനമായി നമ്മൾ ഉൾക്കൊണ്ടാൽ, അത് ജീവൻ ആധാരമായി നമ്മൾ ഉൾക്കൊണ്ടാൽ, ആ വചനം നമുക്ക് ഉത്തമമായി മാറുവാനിടയായി തീരും. അതിനെക്കുറിച്ച് യാക്കോബ് ലേഖനം 1 അധ്യായം 25-26 വാക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനിൽ കൂടെ, അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. വായിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്? ദൈവത്തിന് ന്യായപ്രമാണമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. എവിടുന്ന്? പാപത്തിൽ നിന്ന്. സ്തോത്രം. ദൈവത്തിന് ന്യായപ്രമാണമാണ് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയ, ക്രിസ്തുവിനെ സ്വാതന്ത്ര്യം തരുന്നത്. നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയല്ലേ? ക്രിസ്തുവാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതെന്ന് അല്ല ഗലാത്യ ലേഖനം വായിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉത്തമമായ പ്രമാണമാണ്. ആ പ്രമാണം നമുക്ക് എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരും എന്ന് പറഞ്ഞാൽ റോമലേഖനം 3 അധ്യായം 20 വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, റോമലേഖനം 3 അധ്യായം 20 വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം ഉത്തമമാണ്. ന്യായപ്രമാണം സ്വാതന്ത്ര്യം തരും, എല്ലാം ശരിയാ. പക്ഷെ ന്യായപ്രമാണത്താൽ നാം നീതീകരിക്കപ്പെടുകയില്ല എന്നും കൂടെ ന്യായപ്രമാണം പറഞ്ഞു തരും. അടുത്തെന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വരുന്നു. റോമലേഖനം 7 വായിക്കുമ്പോൾ മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയുന്നത് കൊണ്ട് മോഹം പാപമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ന്യായപ്രമാണം പറയുന്നത് പാപമെന്ന് പറയുന്നത് പാപമായി ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ന്യായപ്രമാണം സ്വാതന്ത്ര്യം തരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നമുക്ക് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തരുന്നു. ഈ പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തരുന്ന ഇതേ ന്യായപ്രമാണം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ്. ഗലാത്യ ലേഖനം 3 അധ്യായം 25-26 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലന്റെ കീഴിലല്ല. സ്തോത്രം. 23. ഓക്കെ. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ
അടച്ചു സൂക്ഷിച്ചിരുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമ്മളിൽ ഓരോരുത്തരും എന്നാ ദൈവത്തിന് ന്യായപ്രമാണത്തിന് അടിമയിലായത്? ദൈവത്തിന് ന്യായപ്രമാണത്തിന് അടച്ച് സൂക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവം ന്യായപ്രമാണ ധ്യാനമായി മാറില്ലായിരുന്നോ? ന്യായപ്രമാണ ധ്യാനമായി മാറിയാൽ ആമേസ്തോ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിന്റെ ഉത്തമമായ പ്രമാണമായിരിക്കില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ വേറെ എന്താ തടസ്സമാകുന്നത്? ക്രൈസ്തല്ലോ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, എന്നോട് കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഏവരുമല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വിശ്വാസം വരും മുമ്പ് നമ്മിൽ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കപ്പെട്ടിരുന്നു. പ്രൈസലോ. ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ പാസ്സാകാൻ വേണ്ടി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവരെ എവിടെ അടച്ചു സൂക്ഷിക്കുന്നു? പാഠപുസ്തകത്തിന്റെ അടിമയിൽ. അവരെപ്പോഴും പാഠപുസ്തകം വായിക്കണം, നോട്ട് ബുക്ക് വായിക്കണം. എപ്പോഴും പറഞ്ഞാൽ വായിക്കേണ്ട സമയത്തൊക്കെ അവർ വായിക്കണം. അതിനൊരു അടിമയാണ്. മാതാപിതാക്കൾ പറയും, ഇപ്പൊ നിനക്ക് പഠിക്കേണ്ട സമയമാ, ഇപ്പൊ നീ പഠിക്കണം. ഇപ്പൊ നീ വായിക്കേണ്ട സമയം, ഇപ്പൊ നീ വായിക്കണം. അതിനോടൊപ്പം ലേബർ ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിക്കണം. പ്രൈസലോ. 10ാം ക്ലാസ് ജയിച്ചു വരുന്നത് വരെ ആ വിദ്യാർത്ഥികൾ ഏതിനടിമയാണ്? ഓരോ വർഷത്തിലുമുള്ള പാഠപുസ്തകത്തിന് അടിമയാണ്. 10ാം ക്ലാസ്സിൽ ആകുമ്പോൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് അടിമ, അത് കഴിഞ്ഞ് +1-ലാകുമ്പോൾ ആ പാഠപുസ്തകത്തിന് അടിമ അല്ലേ? കരങ്ങളെയൊത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ്തലോ, പ്രൈസ്തലോ, പ്രൈസ്തലോ. അപ്പൊ യേശു ക്രിസ്തുവിൽ കൂടി നാം പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് നാം എവിടെയാണ് അടച്ചു സൂക്ഷിക്കപ്പെടേണ്ടത്? ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ. ദൈവത്തിന്റെ വചനത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കപ്പെടുന്നതിന് 91-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ നമ്മൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് എങ്ങനെയാണ്? അത്യുന്നതന്റെ ആലോചന കേട്ടനുസരിക്കുമ്പോൾ അത്യുന്നതന്റെ മറവില. അത്യുന്നതന്റെ ആലോചന ന്യായപ്രമാണമായി മോശ എന്ന പ്രവാചകനെ കൂടി ജനത്തിന് വെളിപ്പെടുത്തി. അത് നമുക്ക് വൃഥാവാക്കി കളയാനുള്ളതല്ല, അത് ജീവിതത്തിൽ ധ്യാനമാക്കി മാറ്റാനുള്ളതാ. ഹല്ലേലൂയ. കരങ്ങളെയ്യോട്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം ഗലാത്യലേഖനം. വിശ്വാസം വരും മുമ്പേ, വിശ്വാസം വരുന്നതിന് മുൻപേ നമ്മിൽ വെളിപ്പെടാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത്? ഗലാത്യ സഭയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിനി എങ്ങനെ ആകേണ്ടവരാണ്? നമ്മൾ അതേ അനുകരണത്തിൽ വരേണ്ടവരാ. അതേ അനുകരണത്തിൽ നമ്മൾ വരേണ്ടവരാ. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ന്യായപ്രമാണമൊന്നും നമുക്ക് ബാധകമല്ല എന്ന്. ശരിയാ, അവർക്ക് ബാധകമല്ലായിരിക്കാം. അതുകൊണ്ടാണ് പാപത്തോട് പാപം കൂട്ടി അവർ ജീവിക്കുന്നത്. സ്തോത്രം. ന്യായപ്രമാണം അവർക്ക് ബാധകമല്ല എങ്കിൽ അവർ പാപത്തോട് പാപം കൂട്ടും. എന്നിട്ട് കർത്താവ് കർത്താവ് എന്ന് വിളിക്കും, പ്രസംഗിക്കും, പ്രവചിക്കും, പാട്ടുപാടും, പ്രാർത്ഥിക്കും, കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ പാപത്തോട് എന്ത് ചെയ്യും? പാപം കൂടിക്കൊണ്ടിരിക്കും. എന്താണ് പാപം? 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടാതിരിക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യുന്നു. സങ്കീർത്തനക്കാരനെ കൂടി ദൈവത്തിന്റെ ആത്മാവ് പറയുക, നാം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാരെ വെളിപ്പെടുത്തുന്നത്? ദൈവം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൂടെ ഈ സമയം വെളിപ്പെടുത്തുമ്പോൾ ഇതോർത്ത് നാം ഇവിടെ ഇരുന്ന് നാം മാത്രമല്ല, ദേശനിവാസികൾ അവരവരായിരിക്കുന്ന സ്ഥാനത്തിരുന്ന് അനുഭവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ അടുക്കിലേക്ക് വരും. യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരിയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ കൂടി പാപപരിഹാരം പ്രാപിക്കേണ്ടത്. അല്ല എങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല ആ ലിസ്റ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയും അല്ലല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആമേൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരും. നിങ്ങൾ മാത്രമല്ല ഞാൻ അടക്കം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം മടങ്ങി വരണം. എവിടേക്ക്? ദൈവത്തിന്റെ വചനത്തിലേക്ക്. ആര് മടങ്ങി വരണം? നമ്മുടെ ഹൃദയം മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സ് മടങ്ങി വരണം. നമ്മുടെ അന്തരംഗം മടങ്ങി വരണം. എവിടേക്ക്? ദൈവത്തിന്റെ വചനത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്.